അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ്. അനുമോൾ പ്രണയത്തിലൊരു തിരശ്ശീല വീണിരിക്കുകയാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം അനുമോളോട് അങ്ങനെ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തിയതിന് ശേഷം പിന്നെ അനീഷ് അനുമോൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ലായിരുന്നു സംസാരിക്കാൻ. പക്ഷേ ഇന്ന് അനുമോൾ ഇരുന്നെടുത്തിട്ട് അനീഷ് തന്നെ വന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു ഇത് എൻ്റെ മനസ്സിൽ തോന്നി, അനുമോൾക്കും എന്നോടൊരു ഇഷ്ടമുണ്ടെന്നായിരുന്നു എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കല്യാണ കാര്യം പറഞ്ഞത്. പക്ഷേ അനുമോളുടെ ബാക്കിയുള്ള പറച്ചിലിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നോട് അങ്ങനെ ഇല്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനതൊക്കെ മാറി, ഇപ്പം ഞാൻ ചിരിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മൈൻഡൊക്കെ ഫ്രീ ആയി എന്നാണ് അനീഷ് അനുമോളോട് പറഞ്ഞത്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ചേട്ടാ അങ്ങനെ ഞാൻ തിരിച്ചു പറയാമെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ അനീഷ് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലായല്ലോ അനുമോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇത്രയും ഫണ്ണി ആയിട്ടൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പം അനീഷിന് മരുഭൂമിയിൽ മഴ പെയ്ത പോലെയൊക്കെ തോന്നിയത് കൊണ്ടാവാം. എന്തായാലും അനീഷിനോട് അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചേട്ടനെ ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ കാണുന്നതെന്നൊക്കെ. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ചേട്ടൻ ഞാൻ ആ സമയത്ത് ചിരിച്ചു, ഭയങ്കര ഇതായി, പക്ഷെ ഞാൻ ശരിക്കും ചമ്മിപ്പോയതാണ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി, അതുപോലെ തന്നെ ഞാൻ ചമ്മിപ്പോയി എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും അതൊക്കെ സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം അനീഷിനൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അനുമോളോട് തോന്നിയത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഗെയിമിൻ്റെ ഭാഗമല്ല, തീരാൻ പോകുന്നതിൻ്റെ വെപ്രാളത്തിൽ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഈ ലവ് ട്രാക്കൊക്കെ അനീഷിന് മുമ്പേ പിടിക്കാനും. എന്തായാലും ഇവർ രണ്ടിൽ ആരാവും വിന്നർ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. അതിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് ചെയ്യണേ ഗൈസ്. താങ്ക് യു.